ഇന്ന് നമുക്ക് തൊട്ടാവാടിയുടെ കുറച്ച് വിശേഷങ്ങൾ പറയാം. അയ്യേ തൊട്ടാവാടിയോ എന്ന് ചോദിച്ച് നെറ്റി ചുളിക്കേണ്ട. പറമ്പിലും വഴിയരികിലും ചുമ്മാ വലിഞ്ഞു കയറി വളരുന്ന ഒരു ചെടിയാണ് നമുക്ക് തൊട്ടാവാടി. എന്നാൽ തൊട്ടാവാടിയെ ഒരു അലങ്കാര ചെടിയായി വാങ്ങുന്നവരും വിൽക്കുന്നവരും ഉണ്ട്. മുകളിൽ തൊട്ടാവാടിയുടെ പൈസ എഴുതിയിരിക്കുന്നിടത്ത് നോക്കി ഞെട്ടിയ ശേഷം നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ടച്ച് മീ നോട്ട് പ്ലാന്റ് എന്നാണ് തൊട്ടാവാടിയുടെ ഇംഗ്ലീഷ് പേര്. മിമോസ പുഡിക്ക എന്നാണ് ശാസ്ത്രീയ നാമം. തൊട്ടാവാടി ഇല തൊടുമ്പോൾ വാടുന്നതൊക്കെ വളരെ സങ്കീർണമായൊരു പ്രക്രിയയാണ്. ഇലയുടെ അടിഭാഗങ്ങളിലൊക്കെ പുൾവിനസ് എന്ന് പറയുന്ന ഭാഗങ്ങളുണ്ട്. ഈ പുൾവിനസ് വെള്ളം നിറഞ്ഞ കോശങ്ങൾ കൊണ്ട് നിർമ്മിച്ചിരിക്കുന്നതാണ്. ഇലകളിലൊക്കെ ട്രൈക്കോമുകൾ എന്നറിയപ്പെടുന്ന മുടി പോലെയുള്ള ചെറിയ ഭാഗങ്ങളുണ്ട്. ഈ ട്രൈക്കോമുകൾ നമ്മൾ തൊടുന്നതൊക്കെ മനസ്സിലാക്കി ചെറിയ ഇലക്ട്രിക്കൽ സിഗ്നലുകൾ ഈ പുൾവിനസ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് അയക്കും. ഈ പുൾവിനസിലെ വെള്ളം നിറഞ്ഞ കോശങ്ങളിലെ വെള്ളം ആ സമയത്ത് പുറത്തേക്ക് പമ്പ് ചെയ്യപ്പെടുകയും അതുവഴിയാണ് ഇലകൾ ചുരുങ്ങുകയും ചെയ്യുന്നത്. എന്തോരം വലിയ കാര്യങ്ങളാണ് ഒരു തൊട്ടാവാടിയെ പറ്റി പറയാനുള്ളത്. ഇനി കൃഷിയിടത്തിലെ തൊട്ടാവാടിയുടെ ഉപകാരങ്ങളെപ്പറ്റി പറയാം. നമ്മൾ ശരിക്കും തൊട്ടാവാടി ഒരു കളയായിട്ടാണ് കാണുന്നത്. പക്ഷേ തൊട്ടാവാടി ഒരു നല്ല നൈട്രജൻ ഫിക്സറാണ്. ഒരുവിധം ചെടികൾക്കൊന്നും അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുക്കാനുള്ള കഴിവില്ല. പക്ഷേ ചില ചെടികൾക്ക് അന്തരീക്ഷത്തിൽ നൈട്രജൻ വലിച്ചെടുക്കാൻ പറ്റും. പയർ വർഗ്ഗത്തിൽപ്പെട്ട ഒരുപാട് ചെടികൾക്ക് ഇത് പറ്റും. അതേപോലെ ശീമക്കൊന്ന അങ്ങനെയുള്ള ചെടികൾക്കും പറ്റും. നമ്മുടെ തൊട്ടാവാടിയും ഇതേപോലെ ലഗുമെ ഫാമിലിയിൽപ്പെടുന്ന ഒരു ചെടിയാണ്. തൊട്ടാവാടിയുടെ വേരുകളിൽ റൈസോബിയം ബാക്ടീരിയ ഉള്ള ചെറിയ മുഴകൾ ഉണ്ടാകുകയും ഈ റൈസോബിയം ബാക്ടീരിയ വഴി അന്തരീക്ഷത്തിലെ നൈട്രജൻ വലിച്ചെടുക്കാനും സാധിക്കും. തൊട്ടാവാടി ചെടി നശിക്കുമ്പോൾ ഇലകളിലും വേരുകളിലുമൊക്കെയുള്ള നൈട്രജൻ മണ്ണിൽ കലരും. അതേപോലെ മണ്ണൊലിപ്പ് തടയാനും തൊട്ടാവാടി നല്ല ഒരു മാർഗമാണ്. അപ്പോൾ ഇനി തൊട്ടാവാടി കണ്ട ഒന്ന് ബഹുമാനിച്ചേക്കണം.